ലോറി ഉടമ മനാഫ് എത്ര വലിയ സഹായമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. വയനാട് ദുരന്തം നടന്നപ്പോൾ, മുണ്ടക്കയിലും ചൂരമലയിലും ദുരന്തം നടന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് വയനാട്ടിലെ ഓരോ നിമിഷങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. എന്നാൽ മനാഫ് അർജുൻ്റെ കാര്യം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ രീതിയിൽ അത് കേരള ജനതയുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നൊരു മഹാവ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മനാഫ് സാഹിബ്. ആ മനാഫ്ക നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അത് ജനശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടി, അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അർജുൻ്റെ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അർജുനനെ ഇന്ന് ഈ നിലയിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്ന് വാക്കുകൊടുത്ത മനാഫ് എത്തിക്കാൻ വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്ത് വാക്ക് കൊടുത്തതുപോലെ ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മുഖ്യധാരയിൽ പ്രവർത്തിച്ച വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് മനാഫ്. ആ മനാഫിനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പുകഴ്ത്തുന്നവരുണ്ട്. മനാഫിനെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന, ചേർത്ത് നിൽക്കുന്ന മലയാളികളുണ്ട്. മലയാളികൾക്കറിയാം സഹായങ്ങൾ എത്രമാത്രമായിരുന്നു മനാഫിൻ്റെ, എത്രമാത്രമായിരുന്നു അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നത്. വലിയ സമ്പന്നനാണെങ്കിലും ആ സാധുവായ തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട മനാഫ്. ആ മനാഫിൻ്റെ നല്ല പ്രവർത്തനമാണ് ഇന്ന് നമ്മളൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. മനാഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത്രമാത്രം നല്ല പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്.